എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ പല വീഡിയോസും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ചെയ്തിട്ടുണ്ട്. പലർക്കും പല കൺഫ്യൂഷനുണ്ട്. പലരുടെയും കമൻറ്റ് കാണുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ കാറ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് പേടി മാറ്റാനായിട്ട് ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിൽ ഉടനീളം നടത്തുന്നുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കാറ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ട് പഠിക്കുക. ഞാനിപ്പോൾ എൻ്റെ വണ്ടി ചാവി ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് മാരുതി സ്വിഫ്റ്റ് ആണ് വണ്ടി. മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആദ്യം എന്തു ചെയ്യണം നിങ്ങൾ നോക്കുക. ഇവിടെ ഗിയർ ന്യൂട്രലാണുള്ളത്, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നോക്കുക, ബ്രേക്കും ക്ലച്ചും കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടാതെ അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. ചില ആളുകളൊക്കെ ചോദിക്കും എന്തിനാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം, ചില ആളുകൾ ചോദിക്കും എന്തിനാണ് ക്ലച്ച് ചെയ്യേണ്ട ആവശ്യം, ക്ലച്ച് ചെയ്തില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും അത്യാവശ്യമാണ്. മോഡേൺ വണ്ടികളിലൊക്കെ ക്ലച്ച് ചവിട്ടാണ്ട് വണ്ടി സ്റ്റാർട്ടാവുകയില്ല. അത് നിങ്ങൾ പുതിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബ്രേക്ക് നന്നായിട്ട് അമർത്തി പിടിക്കുക, അതേപോലെ തന്നെ ക്ലച്ചും ചവിട്ടുക. ഇത് രണ്ടും ചവിട്ടിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജസ്റ്റ് ഞാനിതാ ചാവി ഇട്ടിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ചെയ്യാനല്ല പോകുന്നത്. പതിയെ ഇതാ ചാവി ഒരു സ്റ്റെപ്പ് ഇതാ തിരിച്ചു, കണ്ടില്ലേ? ഒരു സ്റ്റെപ്പ് തിരിച്ചു. ഇനി വീണ്ടും ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഇൻഡിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. 2 സ്റ്റെപ്പ് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇതാ മൂന്നാമത്തെ തിരിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കുക നിങ്ങൾ, കണ്ടില്ലേ? ഇപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ചവിട്ടിയ ബ്രേക്ക് ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കാലിൽ കിട്ടും. ഇങ്ങനെയാണ് ഒരു വണ്ടി ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ വണ്ടി എങ്ങനെ ഓഫ് ചെയ്യണം? ഓഫ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിതാ ഒരു സ്റ്റെപ്പ് തിരിച്ചു, വണ്ടി ഓഫായി. ഇനി എങ്ങനെ ചാവി എടുക്കണം? ജസ്റ്റ് ഒന്നിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ടേക്ക് തിരിച്ച് ചാവി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ചാവി ഊരിയെടുക്കാം. ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പേടി മാറാനായിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.